മറ്റുള്ളതിൽ നിന്നും എല്ലാം കൊണ്ടും വ്യത്യസ്തമായിരിക്കും. ബിഗ് ടിവിക്ക് മുൻപും ശേഷവും എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞത് വെറുതെയല്ല. അപ്പോ അങ്ങനെ ഒരു ഭാഗ്യം കൂടി ആദ്യമായിട്ട് കിട്ടാൻ പോവാണ്. ഇടതിനോ വലതിനോ എന്തിനെങ്കിലുമോ ഒപ്പമല്ല, വസ്തുതകൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു വാർത്താ ചാനൽ മലയാളിക്ക് നന്യമാണ്. അതായിരിക്കും ബിഗ് ടിവി. ഇനിയൊന്നും പറയണല്ല, എല്ലാം അതിന്റെ ഒരു രീതിക്ക് അങ്ങ് ചെയ്തേക്കണം. ഈ സംഖ്യകളുടെ ഒക്കെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു വനിതാ രത്നം ഏത് സുജയ പാർവതി കഴിഞ്ഞ ദിവസം ബിഗ് ടിവിയുടെ ഫ്ലോറിൽ നിന്ന് സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഇതുപോലെ ഇംഗ്ലീഷ് ഒന്നും മൊഴിഞ്ഞു. നോക്കി ഒരു സാമ്പിൾ നോക്കട്ടെ. Thank you, sir. It's really much respectful. Thank you, sir. It's really much respectful. കുഞ്ഞമ്മയുടെ ഇംഗ്ലീഷ് Like I don't know how to describe it. So thank you for. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവം. Thank you, sir. It's really much respectful. I am fine. Thanks. Like I don't know how to describe it. So thank you. കണ്ടല്ലോ, ഞാനിതിൽ സുജയ പാർവതിയെ കുറ്റം പറയാനില്ല. ഐ ആം ആൽസോ ദിസ് ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇതുപോലെ സംസാരിക്കുമ്പോൾ ചിലയിടങ്ങളിലൊക്കെ വേർഡ് മിസ്സിംഗ് ആയിട്ട്, കാര്യം നമ്മുടെ വൊക്കാബുലറിയോ അല്ലെങ്കിൽ നമ്മൾ റെഗുലർലി ഇംഗ്ലീഷ് യൂസ് ചെയ്യാത്ത, ഞാൻ റെഗുലർലി ഇംഗ്ലീഷ് യൂസ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെങ്കിലും ചിലയിടങ്ങളിലൊക്കെ ഈ വേർഡ് മിസ്സിങ്ങിന്റെ ഒരു പ്രശ്നം, അത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലോ ഉണ്ടാകുന്നതേ ഉള്ളൂ. മുഴുവൻ ഇംഗ്ലീഷ് മലയാളത്തെക്കാളും പ്രധാനമായി സംസാരിക്കണമെന്നൊക്കെ ചിലർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലെ ദുരുദ്ദേശവും മറ്റുള്ളവരെ പരിഹസിക്കാൻ വേണ്ടി അവർ കണ്ടെത്തുന്ന കാരണമാണ്. അതുകൊണ്ടാണ് സുജയ പാർവതിയുടെ ഒരു ബിഗ് ഫ്രെയിമിൽ ഈ ഒരു സംഭവം ഉണ്ടായിട്ട് വലിയ പരിഹാസമില്ലാതെ പോവുകയും, എന്നാൽ റഹീം അദ്ദേഹം ജനപ്രതിനിധിയാണ്, പാർലമെന്റ് MP ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് പുതിയ മാനങ്ങൾ കൊണ്ടുവരുമ്പോൾ സത്യം ഞാൻ പറഞ്ഞതല്ലേ? പറഞ്ഞതെല്ലാം സത്യമാണ് സാർ. മനുഷ്യർക്കിടയിൽ സംവദിക്കാൻ ചിലയിടങ്ങളിലൊന്നും ഭാഷ വേണ്ടടോ. നിങ്ങളുടെ ഈ കോളിന്റെ മുന്നിൽ അച്ചടി ഭാഷയിൽ സംസാരിച്ചാലേ മിടുക്കരാവുമെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് തൽക്കാലം വേണ്ട. റഹീം എന്ന വ്യക്തിക്ക് ജനങ്ങളോട് ഇടപഴകുന്നതിൽ എന്ത് ക്വാളിറ്റി ഉണ്ട്, അതിലെന്ത് ആത്മാർത്ഥത കാണിക്കുന്നു എന്നുള്ളതാണ് ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയേണ്ടി വരിക. അത് Really amazing. Like I don't know how to describe it. So thank you. ആകെ ഈ രണ്ട് സാധനങ്ങളുള്ളോ? പിന്നെ Thank you, sir. It's really much respectful. ഇവൻ പറഞ്ഞതാ.